PDF കാണാൻ പറ്റുന്നുണ്ടോ? കേട്ടേട്ടാ. ഇപ്പോഴോ? ഇപ്പൊ കാണാലോ? യെസ്. ഇപ്പൊ കാണാം, നോക്കിയേ. ആർക്കും കാണാൻ പറ്റുന്നില്ല PDF? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെന്താ? യെസ്. ഓക്കെ. ദെൻ പ്രിവെന്റീവ് ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന എന്തൊക്കെ പ്രിവെൻഷൻ ആണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. എന്താണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. എന്തൊക്കെ കാര്യങ്ങളാണ് മേൽനോട്ടം വഹിക്കുന്നത്? ചൈൽഡ് ബർത്ത് അല്ലെ? പ്രഗ്നൻസീസും ഗർഭകാല പരിചരണവും അതുപോലെ തന്നെ എന്താണ് ചൈൽഡ് ബർത്തും അല്ലെ? അതൊക്കെ അതിനൊക്കെയാണ് എന്താ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒരു പ്രിവെന്റീവ് ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നവയാണ്. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. Then supervision of normal growth development of children. Supervision of normal growth and development of children. എന്താണ്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. പേജ് നമ്പർ 8. ഉണ്ടോ? യെസ്. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. എന്താണ്? കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ കാര്യങ്ങൾ അല്ലെ? പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എവിടെയാണ് നടക്കുന്നത്? അതിലേക്ക് സൂപ്പർവിഷൻ ചെയ്യുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? ഓക്കെ. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഇമ്മ്യൂണൈസേഷൻ പ്രോസസ്സുകൾ അതുപോലെ തന്നെ എന്താണ്? പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളുടെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് വരുന്നത്? പ്രതിരോധ കുത്തിവയ്പ്പുകൾ മാത്രമാണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്? അവർക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് മെഡിസിനുകൾ, മെഡിസിൻസിലെ വൈറ്റമിൻസ് അതുപോലെ തന്നെ മറ്റ് മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലാണ് അല്ലെ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോസസ്സ്, വൈറ്റമിൻസ്, അവർക്ക് വേണ്ട ഗ്രോത്തിനുള്ള ആവശ്യമായിട്ടുള്ള മറ്റ് മെഡിസിൻസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുള്ള സൂപ്പർവിഷൻ ചെയ്യുന്നത് ഹോസ്പിറ്റൽ പ്രിവെന്റീവ് ഫങ്ഷൻസിൽ വരുന്നവയാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? യെസ്, ഡെവലപ്മെന്റ് ഗ്രോത്ത് പ്രോഗ്രാം. കുട്ടികളിലെ വളർച്ചയും വികാസവും ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന മറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്, അതിന്റെ സൂപ്പർവിഷൻ നടത്തുന്നതും എല്ലാം തന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് prolonged illness. Control of communicable diseases. What is communicable diseases? എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാല്? സാംക്രമിക രോഗങ്ങൾ അല്ലെ? സാംക്രമിക രോഗങ്ങൾ ഏതൊക്കെയാണ്? സ്പ്രെഡഡ് ഡിസീസസ് അല്ലെ? പകർച്ചവ്യാധികൾ. അതിന്റെ പ്രിവെൻഷൻ. ഏതൊക്കെയാണ് പകർച്ചവ്യാധികൾ? കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസ് ഏതൊക്കെയാണ്? അതായത് വായുവിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അല്ലെ? സ്പ്രെഡ് ആകുന്ന വൈറസ് ആയിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? കോവിഡ്, അതുപോലെ തന്നെ മലേറിയ, ചിക്കൻഗുനിയ, മഞ്ഞപ്പിത്തം, കോളറ അല്ലെ? അത്തരത്തിലുള്ള രോഗങ്ങളുടെ പ്രിവെൻഷനും അതുപോലെ തന്നെ എന്താണ്? പ്രോലോങ്ഡ് ഇൽനസ്. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മൂലം ഏറെ കാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ. പ്രോലോങ്ഡ് അസുഖങ്ങൾ എന്ന് വെച്ചാൽ എന്താ? പ്രോലോങ്ഡ് ഇൽനസ് എന്ന് വെച്ചാൽ എന്താണ്? ഏറെ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ അല്ലെ? നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾക്കൊക്കെ പ്രിവെൻഷൻ എവിടെയാണ്?
അത് ഹോസ്പിറ്റൽ അകത്തുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ക്രോണിക് ലൈഫ് ഡിസീസസ് ആണ് എന്താ പ്രോങ്ലോങ്ങഡ് ഇൽനസ് എന്ന് പറയുന്നത്. അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക, അതിന് വേണ്ട ആവശ്യമായ മരുന്നുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ആ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നതൊക്കെ ഹോസ്പിറ്റൽസിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളിലൊന്നാണ്. ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആരോഗ്യ വിദ്യാഭ്യാസം. എന്തിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്? ഏതെങ്കിലും അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ, ഏതെങ്കിലും അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോ അതുമായി ബന്ധപ്പെട്ട് എന്താണ്, ഇപ്പൊ COVID-19 ഉണ്ടായിരുന്ന സമയം അല്ലെ, കോവിഡ് ഉണ്ടായ കാലഘട്ടത്തിൽ നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പോസ്റ്റേഴ്സുകൾ നമ്മൾ കാണാനിടായിട്ടുണ്ട് അല്ലെ. പ്രത്യേകിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രേക്ക് ദ ചെയിൻ എന്നൊരു പോസ്റ്റർ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ബ്രേക്ക് ദ ചെയിൻ കണ്ടിട്ടില്ലേ? ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് അല്ലെ. ഹെൽത്ത് എഡ്യൂക്കേഷൻ. കൈകള് വൃത്തിയാക്കുന്നതിനുള്ള, ഹാൻഡ് വാഷ് ചെയ്യുന്നതിന് പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള പോസ്റ്റേഴ്സുകളൊക്കെ ഹോസ്പിറ്റലില് എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വരുന്ന പേഷ്യൻസിനും മറ്റ് കൂടെ വരുന്നവർക്കും എന്താണ് അതിൽ നിന്നൊരു അവബോധം കിട്ടുന്നതിന് വേണ്ടി, ആരോഗ്യപരമായി മറ്റു വരുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്, അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലില് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിലെ മറ്റ് ഹെഡ് ഓഫ് പൊസിഷനിൽ ഇരിക്കുന്ന ആരെങ്കിലും തന്നെ എന്താണ് ഇനി വരാതിരിക്കാനായിട്ട്, ഇതിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അടങ്ങിയ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിലാണ്. ഓക്കെ, അപ്പൊ അതിന് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ അത്തരത്തില് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ നടപ്പിലാക്കി വരുന്നു. ദെൻ ഒക്യുപ്പേഷൻ. എന്താണ് ഒക്യുപ്പേഷൻ? എന്താണ്? ജോബ്. അത് ഈ പ്രിവെന്റീവ് മീനിൽ എങ്ങനെ വരും? പ്രിവെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പ്രിവെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രിവെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? തടയുക അല്ലേ. പ്രിവെന്റീവ് ഫങ്ഷൻസ്, അതായത് ഏതിൽ നിന്നൊക്കെയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? എന്താണോ മെസ്സേജ്? ഞാൻ കണ്ടില്ല, എന്താ പറഞ്ഞേ? പാർക്കിൻസൺ ഒരു ഏതുതരം രോഗമാണ് മിസ്? അതിപ്പോ നമ്മളിവിടെ പറഞ്ഞാലോ? ഇല്ലല്ലോ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണോ എന്നാണ് താൻ ചോദിക്കുന്നത്? അതിപ്പോ ഇവിടെ പറഞ്ഞില്ലല്ലോ നമ്മള്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കോട്ടെ. ഇതിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്യുപ്പേഷൻ. ഹോസ്പിറ്റൽ എന്താണ്? ഹോസ്പിറ്റലിനകത്ത് നിരവധി പേർക്ക് എന്താണ് ജോബ് അവസരങ്ങൾ അല്ലെ, തൊഴിലവസരങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് അല്ലെ. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് വൈസ് PRO തുടങ്ങി മറ്റ് ഹെഡ് ഓഫ് ദ പൊസിഷൻ വരെയുള്ള ഒരുപാട് മേഖലയിൽ എന്താണ് ഓക്യുപ്പേഷൻസ് ഓരോ ആൾക്കാർക്കും ലഭിക്കുന്നുണ്ട്. ഓക്കെ, അത് പ്രിവെന്റീവ് ഫങ്ഷൻസിൽ വരുന്ന ഒന്ന് തന്നെയാണ്. അതിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിരവധി ആളുകൾക്ക് എന്താണ് തൊഴിലവസരങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഓക്കെ, പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ്സ്, മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലെ ക്ലീനിങ് സെക്ഷൻ തുടങ്ങി, പിന്നെ ഫാർമസി, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എന്താണ് ഓരോ പേഴ്സൺസ് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഓക്യുപ്പേഷൻസ് തൊഴിലവസരങ്ങളും കൊടുക്കപ്പെടുന്നത്. അതെല്ലാം തന്നെ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിലാണ്. ഫാർമസി, പേഷ്യന്റ് കെയർ. ഓക്കെ, ഓരോ റേഡിയോളജി ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവില്ലേ, എക്സ്റേ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ECG, അങ്ങനെ എല്ലാത്തിലും എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് അവിടെ തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഏതെങ്കിലും പ്രിവെന്റീവ് ഫങ്ഷൻസിൽ വരുന്നത് സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. യെസ്, ഫ്രണ്ട് ഓഫീസ്, വെരി ഗുഡ്. PRO കേട്ടോ. എന്തൊക്കെയാണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത് അല്ലെ.
ചൈൽഡ് ബർത്തിന് അതുപോലെ തന്നെ ഗർഭപാല പരിചരണത്തിന്റെ ഒക്കെ എന്താണ് സൂപ്പർവിഷൻ മേൽനോട്ടം വഹിക്കുന്നത് പ്രിവെന്റീവ് ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നവയാണ്. ദെൻ സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, ഇതാണ് കുട്ടികളിലെ വികാസവും അതുപോലെ തന്നെ വളർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് പ്രതിരോധ കുത്തിവയ്പ്പുകള്, മറ്റ് വൈറ്റമിൻസ്, മറ്റ് വളർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളിലും സൂപ്പർവിഷൻ നടത്തുന്നത് ഹോസ്പിറ്റലിനകത്ത് വരുന്ന ഒരു ഫംഗ്ഷനാണ്. പിന്നെന്താണ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് പ്രോലോങ്ഡ് ഇൽനെസ്. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? വായുവിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുടെ കൺട്രോൾ അല്ലെ, അവ നിയന്ത്രിക്കുന്നത്. കൊറോണ, മലേറിയ, നിപ്പ തുടങ്ങിയ നീണ്ടുകാലം നിലനിൽക്കുന്ന രോഗങ്ങളിലേക്കുള്ള പ്രിവെൻഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹോസ്പിറ്റലിനകത്ത് വരുന്ന ഫംഗ്ഷനാണ്. ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നത് ഏതെങ്കിലും പ്രഗത്ഭരായ വ്യക്തികളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സോ ആരെങ്കിലും ആണത് നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ആൾക്കാരിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ എന്താണ് നല്ല രീതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പോലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്യുപേഷൻ എന്താണ്? ഹോസ്പിറ്റലിലെ ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിരവധി ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് തൊഴിലവസരങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് എഡ്യൂക്കേഷൻ. ഏത് ഫംഗ്ഷൻസ് വരുന്നതാണ്? ഇൻട്രാമ്യൂറലാണ്. ഇതെല്ലാം ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് കേട്ടോ. വിത്തിൻ ദ ഹോസ്പിറ്റൽ ആണ്, വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനിൽ എന്തെല്ലാം വരാം? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്, മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. മനു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണോ? മനു പെൺകുട്ടിയാണോ? ക്യാമറ ഓൺ ആയിട്ടാടോ? ഓൺ ചെയ്യുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ക്ലാസ് മര്യാദക്ക് നേരെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, എഡ്യൂക്കേഷനിലെ മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. ഹോസ്പിറ്റലിനകത്ത് നമ്മൾ എന്താണ് ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസിനെയൊക്കെ കാണുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അവര്? മെഡിക്കൽ സ്റ്റുഡൻസ് മാത്രമാണോ? മെഡിക്കൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. മറ്റ് എന്താണ് ആരോഗ്യരംഗത്ത് മറ്റ് വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങളും നടക്കുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിനകത്താണ് അല്ലെ. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? എക്സാമ്പിൾ പറഞ്ഞാല് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആരൊക്കെയാണ്? ആർക്കൊക്കെയാണ് മെഡിക്കൽ വിദ്യാഭ്യാസം കൊടുക്കുന്നത്? യെസ്, MBBS, നഴ്സിംഗ്. യെസ്, ഓക്കെ, നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലെ. മെഡിക്കൽ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് വർക്കേഴ്സിനും എന്താണ് ലാബ് ടെക്നീഷ്യൻസ്, ഡോക്ടർ, റേഡിയോഗ്രാഫർ, എല്ലാ ഇമാജിൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ്. യെസ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, ഹെൽത്ത് സ്റ്റാഫുകൾ, അവരുടെ വിദ്യാഭ്യാസമൊക്കെ അതിൽ ഉൾപ്പെടുന്നവയാണ്. Then specialist and postgraduates. ആരൊക്കെയാണ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്? ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വാർഡ്സുകൾ ഉണ്ടായി അല്ലെ. സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അതായത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും? ന്യൂറോ, കാർഡിയോ, പിന്നെ എന്താണ് പൾമോളജി, ഗൈനക്കോളജി, പീഡിയാട്രീഷ്യൻ. ഓക്കെ, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ENT, ഓർത്തോ, പീഡിയാട്രിക്, ഗൈനക്. ഓക്കെ, അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ പോസ്റ്റ് ഗ്രാജുവേറ്റ്സും എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്താണ് PG കഴിഞ്ഞിട്ടുള്ള അല്ലെ. എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും PG കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികള് എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. Then nurse and midwives. അടുത്ത ആരൊക്കെയാണ്?
nurse and midwives. ആരാണ് midwives? midwives കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ വാക്ക് midwives? യെസ്, midwives ആരാണ്? നഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാലോ? യെസ്, നഴ്സുമാര്. midwives ആരാണ്? അവരെ അസിസ്റ്റ് ചെയ്യുന്ന സൂതകർമ്മിണികൾ എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ല, നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ല കേട്ടോ. midwives എന്ന് പറഞ്ഞ നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ല. ഇപ്പൊ നമ്മള് അല്ലാതെ നഴ്സുമാരുടെ കൂടെ അസിസ്റ്റൻസിന്റെ കൂടെ തന്നെ സെയിം നേഴ്സ് പോലെ തന്നെ, പക്ഷെ എന്താണ് നമ്മളുടെ പ്രഗ്നന്റ് ഡെലിവറി ലേബർ റൂമിലായിരിക്കും ഇവരെ ഏറ്റവും കൂടുതൽ അവരവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് മറ്റു നഴ്സുകളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൂതകർമ്മിണികൾ എന്നാണ് മലയാളത്തിൽ ഇവരെ പറയുന്നത്. നഴ്സുമാരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഇവര് കേട്ടോ. അസിസ്റ്റന്റ് നഴ്സും ഉണ്ടായിരിക്കും, എന്നാൽ അവരുടെ കൂടെ ഉണ്ടാകുന്ന മറ്റ് ഹെൽപ്പേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്നവരായിരിക്കും ആര്? midwives എന്ന് പറയുന്നത്. അപ്പൊ നഴ്സുമാരും midwives-കളും ഉണ്ടായിരിക്കുന്നതാണ്. മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്. ANM നഴ്സ് അല്ല, ആൻസിലറി നഴ്സ് അല്ല. യെസ്, ANM ആണ് കേട്ടോ. വെരി ഗുഡ്, ANM ആണ്. ആൻസിലറി നഴ്സ് മിഡ്വൈഫ് ശരിയാണ് കേട്ടോ. ആൻസിലറി നഴ്സ് മിഡ്വൈഫ് ആണ് എന്ത്? സൂതകർമ്മിണികൾ എന്ന് പറയുന്നത്. നഴ്സുമാരെ അസിസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒറിജിനൽ നഴ്സ് അല്ല, നഴ്സിംഗ് കഴിഞ്ഞവരല്ല, അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ആൻസിലറി നഴ്സ് മിഡ്വൈഫ്സ്. മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്. അടുത്ത ആരൊക്കെയാണ്? മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് അല്ലെ. ഹോസ്പിറ്റൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സോഷ്യൽ MSW അല്ലെ, MSW വർക്കേഴ്സുകൾ ഉണ്ടായിരിക്കും. യെസ്. പാരാമെഡിക്കൽ സ്റ്റാഫ്. യെസ്, ആശാ വർക്കേഴ്സ്, മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കേഴ്സും തന്നെ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സിൽ ഉൾപ്പെടുന്നവയാണ്. BSc നഴ്സ് എന്ന് പറഞ്ഞ ഡിഗ്രി അല്ലേടോ? BSc നഴ്സിംഗ് കഴിഞ്ഞവരാണ് ഈ നഴ്സിൽ ഉൾപ്പെടുന്നത്. ഇത് നഴ്സുമാരെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റ് നഴ്സ് അല്ല, ഇവരെ ക്വാളിഫൈഡ് നഴ്സ് അല്ല, അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വർക്കേഴ്സ് ആണ് midwives എന്ന് പറയുന്നത് കേട്ടോ. വെൽ ക്വാളിഫൈഡ് ആയിട്ടവരുള്ളതല്ല, അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി, ഇപ്പോ ഹെൽപ്പിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് midwives-കൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ലേബർ റൂമിലൊക്കെ എന്താണ് ലേബർ പേഷ്യന്റിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങള്, അതുപോലെ തന്നെ എന്താണ് കുഞ്ഞിനെയൊക്കെ റൂമിൽ നിന്ന് മറ്റൊരു റൂമിലൊക്കെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ആക്കുന്നതും എടുത്തുന്നതും ഒക്കെ എന്താണ് ഇവരായിരിക്കും കേട്ടോ. പാരാമെഡിക്കൽ സ്റ്റാഫുകള് അല്ലെ, പാരാമെഡിക്കൽ സ്റ്റാഫ്സ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ്? അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്ന മറ്റ് വർക്കേഴ്സുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുന്നത്. ഇതൊക്കെയാണ് പൊതുജനങ്ങൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ വർക്ക് ചെയ്യുന്നത്. എഡ്യൂക്കേഷന്റെ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് ഉൾപ്പെടുന്നു, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉൾപ്പെടുന്നു, nurse and midwives, medical social workers, paramedical staffs and community health education. ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ പർപ്പസിൽ വരുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ഇനി റിസർച്ച്. വിത്തിൻ ദ ഹോസ്പിറ്റലിൽ നടക്കുന്ന, ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന മറ്റൊരു ഫംഗ്ഷൻ ആണത് റിസർച്ച് എന്ന് പറയുന്നത് അല്ലെ. റിസർച്ച് എന്താണ്? റിസർച്ച് യെസ്, ഗവേഷണം. physiological, physical, psychological and social aspects of health and diseases, clinical medicine, hospital practice and administration. അപ്പൊ റിസർച്ചിൽ ആദ്യം എന്താ വരുന്നത്? physical, psychological and social aspects of health and diseases. അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള വശങ്ങളുള്ള അല്ലെ ഡിസീസസ് ആദ്യം കണ്ടുപിടിക്കുന്നു അല്ലെ. അതായത് ഇപ്പൊ നമ്മള്
ഇപ്പൊ നിപ്പ ബാധിച്ച സമയത്ത് എന്താണ് അത് നമ്മൾക്ക് അറിയില്ലായിരുന്നു അല്ലെ. ഇതിന്റെ ഒരു ഈ രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത എന്താണെന്ന് ആദ്യം അറിയില്ലായിരുന്നു. പിന്നീട് നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരു ആളിലേക്ക് പിന്നീട് അത് പകരാനും അതൊരു പകർച്ചവ്യാധിയായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആരംഭിച്ചു. ഒരു മിനിറ്റ് വരാം. യെസ്, ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരം രോഗം ഞാൻ ഒരു എക്സാമ്പിൾ പോലെ പറയുന്നുള്ളൂ കേട്ടോ, റിസർച്ച് എന്ന ഭാഗത്തിൽ. അപ്പൊ നമ്മൾ ഈ രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് അതിനൊരു ക്ലിനിക്കൽ മെഡിസിൻ, നമ്മൾ ആ വാക്സിനേഷൻ കണ്ടുപിടിച്ചിരിക്കും. കോവിഡ് വന്ന സമയത്ത്, കൊറോണ വന്ന സമയത്ത് എന്താണ് നമ്മൾ ആ വാക്സിൻസ് കണ്ടുപിടിച്ചു. അതാണ് ക്ലിനിക്കൽ മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിനിക്കൽ മെഡിസിൻസ് കണ്ടുപിടിച്ചു, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം എന്താണ് ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. പിന്നത് ഓരോ രോഗികളിൽ അത് നമ്മൾ എന്ത് ചെയ്തു പരീക്ഷിച്ചു അല്ലെ, പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. വാക്സിനേഷൻസ് എടുത്തും എന്താണ് മറ്റ് മെഡിസിൻസ് ഒക്കെ കൊടുത്തും എന്താണ് അവർക്കുള്ള അതില് പരീക്ഷിക്കാനായിട്ട് നമ്മൾ ആരംഭിച്ചു. അങ്ങനെയാണ് ആ റിസർച്ച് പ്രോസസ് എന്ന രീതിയിൽ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ് അതൊരു രോഗം ഉണ്ടായി അല്ലെ, രോഗത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അതിന്റെ ആസ്പെക്ട്സ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അതിനൊരു പ്രത്യേകമായ മരുന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം എന്താണ് അത് മറ്റു രോഗികളിൽ അതിനെ കുറിച്ചുള്ള അത് എന്താണ് പരിശോധിക്കുകയും ചെയ്തത് ട്രീറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ആദ്യകാലങ്ങളിൽ പരീക്ഷിച്ചതിന് ശേഷമായിരിക്കാം അല്ലെ, ആദ്യകാലങ്ങളിൽ ഈ മരുന്നുകൾ പരീക്ഷിച്ചതിന് ശേഷമായിരിക്കാം മറ്റ് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മരുന്നുകൾ അവൈലബിൾ ആക്കുന്നത് അല്ലെ. അങ്ങനെ തന്നെയല്ലേ എല്ലാ റിസർച്ചുകളും. എല്ലാ ഹെൽത്ത് ഡിസീസസും ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ മരുന്ന് കണ്ടുപിടിക്കുന്നു. പിന്നെ അതിന് ശേഷം എന്താണ് അത് ആരെങ്കിലും പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് അവൈലബിൾ ആക്കി പുറത്തേക്ക് ഇറക്കുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായോ റിസർച്ച്? ഓക്കെ, അപ്പോ ക്ലിയർ അല്ലെങ്കിൽ അല്ലാന്ന് പറയണേ. അപ്പൊ ഇൻട്രാന്യൂറൽ ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇൻട്രാന്യൂറൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ സർവീസസ് ആണ് അല്ലെ. റീസ്റ്റോറേറ്റീവ് ഫങ്ഷൻ ഉണ്ട്, പ്രിവെന്റീവ് ഫങ്ഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ ഉൾപ്പെടുന്നു, റിസർച്ച് ഉൾപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന സർവീസസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ എന്താണ്? ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്ന സേവനങ്ങൾ, സർവീസസ് എന്തൊക്കെയാണ്? Outpatient services, home care services, mobile clinics, daycare center, night hospital, medical care camps. എന്താണ് ഔട്ട്പേഷ്യന്റ് സർവീസസ്? OP patient അല്ലെ, ഹോസ്പിറ്റൽ പുറത്ത് നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. OP പേഷ്യൻസ് എന്താണ്? പുറത്തുനിന്ന് ആളുകൾ വരുന്നതാണ് അല്ലെ. പേഷ്യൻസ് വരുന്ന സർവീസസ് ആണ്, പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസസ് ആണ് എന്ത്? OP സേവനങ്ങൾ അല്ലെ. വിവിധ തരത്തിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ്, ജനറൽ മെഡിസിന് മറ്റ് ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്താണ് പേഷ്യൻസുകൾ വരുന്ന ഡോക്ടേഴ്സിനെ കണ്ട് മെഡിസിൻസ് വാങ്ങിച്ചു കൊടുക്കുന്ന സേവനമാണ് എന്ത്? ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതറിയാലോ. OP പേഷ്യന്റ് എന്താണെന്ന് അറിയാലോ, OP സർവീസസ് എന്താണെന്ന് അറിയാലോ അല്ലെ പിള്ളേരെ? അറിയില്ലേ? ഹോം കെയർ സർവീസസ് എന്താണ്? ഹോം കെയർ സർവീസസ്
ഹോം കെയർ സർവീസസ്. അതായത് ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെ, ഹോസ്പിറ്റലിൽ ലോങ് പീരീഡ് ആയിട്ട് വീട്ടിൽ തന്നെ അസുഖം ബാധിച്ചു കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ, സർവീസസ് ഒക്കെ, അവരുടെ ഹെൽത്ത് ചെക്കപ്പുകൾ അല്ലെ, അവരുടെ വൈറ്റൽ സയൻസുകളൊക്കെ മോണിറ്റർ ചെയ്യുന്ന പാലിയേറ്റീവ് കെയർ അതിന് ഉദാഹരണമാണ് അല്ലെ. ബ്ലഡ് പ്രഷർ, ബീപ്, അതുപോലെ തന്നെ എന്താണ് മറ്റു വൈറ്റൽ സയൻസുകളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് മെഡിക്കൽ സർവീസസ് കൊടുക്കുന്നതാണ് എന്താ ഹോം കെയർ സർവീസസ് എന്ന് പറയുന്നത്. വിസിറ്റിംഗ് ഹോം ആൻഡ് ഗിവ് ട്രീറ്റ്മെന്റ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ലേ പാലിയേറ്റീവ് വാഹനങ്ങളില് നഴ്സുമാരും നഴ്സല്ലാതെ ഹെൽത്ത് വർക്കേഴ്സും മറ്റ് ബന്ധപ്പെട്ട വർക്കേഴ്സിൽ വന്നിട്ട് ഓരോ വീടുകളിലും കയറിയിട്ട് എന്താണ് അവർക്ക് ചികിത്സ നൽകുന്നു, ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചികിത്സ നൽകുന്നു. എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിന് എന്താണ് ഉടനടി തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഓക്കെ, മൊബൈൽ ക്ലിനിക്സ്. എന്താണ് മൊബൈൽ ക്ലിനിക്സ്? യെസ്, ഓൺ വീൽ മെഡിക്കൽ സർവീസസ്. അതായത് എന്താണ് ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന കുറെ പ്രദേശങ്ങളിൽ ആൾക്കാരുണ്ടാവും അല്ലെ, ഒറ്റപ്പെട്ട് എടുക്കുന്ന കുറച്ച് പ്ലേസസ് ഉണ്ടായിരിക്കാം അല്ലെ, ഒറ്റപ്പെട്ട അങ്ങനെയുള്ള പ്ലേസസ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള പ്ലേസസിൽ രണ്ട് രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ. ചിലത് എന്താണ് എല്ലാ കെയർ ഉള്ള ഫെസിലിറ്റീസ് എത്രയും പെട്ടെന്ന് കൊണ്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഹോസ്പിറ്റലൊക്കെ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത കുറച്ച് വയോജനങ്ങൾ ഉണ്ടായിരിക്കും, ട്രൈബൽ ഏരിയാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ സേവനം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ആവശ്യമായിട്ടുള്ള ബേസിക് കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവർക്ക് വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതാണ് എന്താ മൊബൈൽ ക്ലിനിക്സിലൂടെ അർത്ഥമാക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു വാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബൈക്കിലോ ഏതാണോ ഏത് ട്രാൻസ്പോർട്ടേഷൻ വഴിയിലായിരിക്കും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് കെയർ മാത്രമായിരിക്കും അവര് ചെയ്തു കൊടുക്കുന്നത്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട്, ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ട്രീറ്റ്മെന്റ് ആണ് മൊബൈൽ ക്ലിനിക്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ മൊബൈൽ ക്ലിനിക്ക്?
ടെക്നിക്കൽ ഇഷ്യൂസ് ആണേ, സോറി ട്ടോ, ആണ് കണക്ഷൻ പോയത്. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞേ? മൊബൈൽ ക്ലിനിക്സ് പറഞ്ഞു. ഓക്കെ, then ഡേ കെയർ സെന്റേഴ്സ്. എന്താണ് ഡേ കെയർ സെന്റേഴ്സ്? ചിൽഡ്രൻ ആണോ ഡേ കെയർ സെന്റേഴ്സ്? ആണോ? എന്നാലോചിക്കേ, ഇതിനു വേണ്ടിയാണ് ഡേ കെയർ സെന്റേഴ്സ്. അതായത് പാലിറ്റീവ് കെയർ പോലെ തന്നെ അല്ലെ, കുട്ടികളെയും അതുപോലെ തന്നെ എന്താണ്, കുട്ടികളെയും വയോജനങ്ങളെ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കേണ്ട പേഷ്യൻസിന് വേണ്ടിയിട്ട് എന്താണ് കൊടുക്കുന്ന സേവനങ്ങളാണ് ഡേ കെയർ സെന്റേഴ്സിൽ ഉൾപ്പെടുന്നത്. കുട്ടികളും ഉണ്ടാവും അതില്, അതുപോലെ തന്നെ എന്താണ് വയോജനങ്ങളും ഉൾപ്പെടാം. എന്തെങ്കിലും എക്സ്ട്രാ സപ്പോർട്ട് കിട്ടേണ്ട എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ടാണ് ഡേ കെയർ സെന്റേഴ്സുകൾ ഹോസ്പിറ്റലിന് പുറത്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, then നൈറ്റ് ഹോസ്പിറ്റൽ. നൈറ്റ് ഹോസ്പിറ്റൽ എന്താണ്? നൈറ്റ് ഹോസ്പിറ്റലുകള് രാത്രിയുള്ള ഹോസ്പിറ്റലാണെന്നൊക്കെ പറയല്ലേട്ടാ. എന്താണ് നൈറ്റ് ഹോസ്പിറ്റൽ? എവിടെ പറയേ? ക്ലിനിക്കാണ്. എന്ത് ക്ലിനിക്കാണ്? വീക്കെൻഡ് ഹോസ്പിറ്റലുകളാണ് അല്ലെ. വീക്കെൻഡ് ഹോസ്പിറ്റലുകളാണ് നൈറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അതായത് ഈവനിങ്സ് ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഈവനിങ്ങിലായിരിക്കും. വീക്കെൻഡ് ഹോസ്പിറ്റലുകളാണ് നൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ ഈവനിങ്ങിലായിരിക്കും, വൈകുന്നേരങ്ങളിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. ഈവനിങ് സർവീസസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. നൈറ്റ് ഹോസ്പിറ്റലുകള് ഈവനിങ് പറയാം ഈവനിങ് സർവീസസ് ആണ് അല്ലെ, വൈകുന്നേരങ്ങളിലുള്ള സർവീസസ് ട്രീറ്റ്മെന്റ് ആണ് നൈറ്റ് ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എമർജൻസി സർവീസസും അവിടെ വൈകുന്നേരങ്ങളിലുള്ള എമർജൻസി സർവീസസും അവരവിടെ നോക്കുന്നതായിരിക്കും നൈറ്റ് ഹോസ്പിറ്റലുകളില്. ഓക്കെ, മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. മെഡിക്കൽ കെയർ ക്യാമ്പ് എന്താണ്? മെഡിക്കൽ കെയർ ക്യാമ്പുകള് നൈറ്റ് ഹോസ്പിറ്റൽ മനസ്സിലായില്ലേ? വൈകുന്നേരങ്ങളിൽ നൈറ്റ്സ് മാത്രം പ്രവർത്തിക്കുന്നതാണ് അല്ലെ. എമർജൻസി സർവീസസ് ഒക്കെ അവിടെ അവര് സ്വീകരിക്കുന്നതായിരിക്കും. മെഡിക്കൽ കെയർ ക്യാമ്പ് എന്ന് പറഞ്ഞ എന്താണ്? ഏതെങ്കിലും ഏതൊക്കെ ക്യാമ്പുകൾ ഉൾപ്പെടാം മെഡിക്കൽ കെയർ ക്യാമ്പില്? ഏതെങ്കിലും ബോധവൽക്കരണ ക്യാമ്പുകളായിരിക്കും അല്ലെ. ഏതെങ്കിലും ഡിസീസസുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ നേത്രദാന ക്യാമ്പുകൾ അല്ലെ. നേത്രദാന ക്യാമ്പുകൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഐ കെയർ മാത്രമല്ല, പിന്നെന്താണ് ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇപ്പോ എന്താണ് ഏതെങ്കിലും ഒരു പ്രത്യേക അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതിന്റെ കൂടുതൽ നല്ല വശങ്ങൾ, അതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ കെയർ ക്യാമ്പ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും രോഗങ്ങളുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ എന്താണ് കാഴ്ച അല്ലെ, നേത്രവുമായി ബന്ധപ്പെട്ട് കാഴ്ചക്കുറവുള്ളവർക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ BP ഷുഗർ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന
ഏതുതരം ഡിസീസസുമായി ബന്ധപ്പെട്ടും എന്താണ് ബോധവൽക്കരണ ക്യാമ്പുകൾ, മെഡിക്കൽ കെയർ ക്യാമ്പ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ജീവിതശൈലി രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പ്സ് ഉണ്ടാവും. പിന്നെ എന്താണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ഉണ്ടാവും അല്ലെ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പുകൾ ഉണ്ടായിരിക്കും. യെസ്, ഡെന്റൽ ക്യാമ്പുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് മെഡിക്കൽ കെയർ ക്യാമ്പുകളിൽ ഉൾപ്പെടുന്നത്? എന്തൊക്കെയാണ്? യെസ്, ക്യാൻസർ അവയർനെസ്. വെരി ഗുഡ്. ക്യാൻസർ അവയർനെസിനെ കുറിച്ചിട്ട് അല്ലെ, ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന്. അതുപോലെ തന്നെ എന്താണ് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ ഉണ്ടായിരിക്കാം. അവയവദാനം. വെരി ഗുഡ് അല്ലെ. ഏതെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത് എവിടെയാണ്? യെസ്, HIV അവയർനെസ്, ഡ്രഗ് അവയർനെസ്, ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും എല്ലാം അല്ലെ, മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അവയർനെസ്സും കൊടുക്കുന്ന മെഡിക്കൽ കെയർ ക്യാമ്പ്സുകളെല്ലാം എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻസിൽ ഉൾപ്പെടുന്നവയാണ്. ഇതെല്ലാം തന്നെ ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്ന സർവീസസിൽ ഉൾപ്പെടുന്നവയാണ്. ഏതൊക്കെ സർവീസസ് ആണ്? ഔട്ട് പേഷ്യന്റ് സർവീസസ് അല്ലെ, OP പേഷ്യന്റ് സേവനങ്ങള്. അതുപോലെ തന്നെ എന്താണ് ഹോം കെയർ സർവീസസ്. യെസ്, ഹോം കെയർ സർവീസസ്. ഹോം കെയർ സർവീസസ് എന്താണ്? ഹോം കെയർ സർവീസസ് വീട്ടിൽ വന്ന് നിന്ന് പരിചരണം നടത്തുന്ന അല്ലെ, ട്രീറ്റ്മെന്റ് നൽകുന്ന പാലിയേറ്റീവ് കെയർ ആണ് എന്താ ഹോം കെയർ സർവീസസ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ മൊബൈൽ ക്ലിനിക്സ് എന്താണ്? ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലെ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലുള്ള വയോജനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പ്രായമായൊരു ഡിസേബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് എന്താണ് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് മൊബൈൽ ക്ലിനിക്സുകള് മരുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് മൊബൈൽ ക്ലിനിക്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡേ കെയർ സെന്റേഴ്സ് എന്താണ്? ഡേ കെയർ സെന്റേഴ്സില് എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കേണ്ട പേഷ്യൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട പേഷ്യൻസിന് വേണ്ടിയിട്ട്, അതായത് ഓൾഡർ ആയിട്ടുള്ള പീപ്പിൾസിലെ വയോജനങ്ങൾ അല്ലെ, പ്രായമാർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കെയർ സംവിധാനമാണ് ഡേ കെയർ സെന്റർ. അവിടെ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. കുട്ടികളെയും ഏതെങ്കിലും തരത്തിലുള്ള ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെയും ഡേ കെയർ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും എന്താണ് ഓൾഡർ ആയിട്ടുള്ള പീപ്പിളിന് വേണ്ടിയിട്ടാണ്, പ്രായമായുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഡേ കെയർ സെന്റേഴ്സ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് എന്താ മനസ്സിലാക്കേണ്ടത്? എക്സ്ട്രാ സപ്പോർട്ട് കിട്ടാൻ, എക്സ്ട്രാ സപ്പോർട്ട് പ്രൊവൈഡ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഡേ കെയർ സെന്റേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നൈറ്റ് ഹോസ്പിറ്റൽസുകൾ എന്താണ്? നൈറ്റ് ഹോസ്പിറ്റൽസ് എന്താണ്? വീക്കെൻഡ് ഹോസ്പിറ്റലുകളാണ് അല്ലെ. ഈവനിങ് സർവീസസ് ആണ് നൈറ്റ് ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എമർജൻസി സർവീസസും അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. മെഡിക്കൽ കെയർ ക്യാമ്പ്സിൽ നിരവധി തരത്തിലുള്ള ക്യാമ്പുകൾ, അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അവബോധ ക്യാമ്പുകൾ ഉൾപ്പെടുന്നുണ്ട്. നേത്രദാന ക്യാമ്പുകള്, അവയവദാന ക്യാമ്പുകള്, ദെൻ മറ്റ് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടത്. ദെൻ പിന്നെ എന്താണ് മെഡിക്കൽ കെയർ ക്യാമ്പ്സിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? പിന്നെ ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം, HIV വൈറസിനെ കുറിച്ചുള്ള അവബോധങ്ങള്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചുള്ള അവബോധങ്ങള്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ കെയർ ക്യാമ്പ്സിലാണ് അതിനെ കുറിച്ചിട്ടുള്ള മറ്റ് നിർദ്ദേശങ്ങളും ക്ലാസ്സുകളൊക്കെ ഉൾപ്പെടുത്തുന്നത്. ഇതെല്ലാം തന്നെ ഇതിൽ വരുന്നവയാണ്? എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസിൽ വരുന്നവയാണ്. ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പുറത്ത് നടക്കുന്ന സേവനങ്ങളാണ് എന്താ എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെ. അപ്പൊ ഇൻട്രാമ്യൂറൽ ഫങ്ഷനും എക്സ്ട്രാമ്യൂറൽ ഫങ്ഷനും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഹെൽത്ത് കെയർ സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന ചാപ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ എടുത്തു വെക്കേണ്ടത് ലേബർ റൂം ആണ് കേട്ടോ. ലേബർ റൂം
പേര് നോക്കിയിട്ട് എടുത്തു വെക്കുക കേട്ടോ. നമ്പർ ചാപ്റ്റർ നമ്പർ നോക്കണ്ട നിങ്ങള്, പേര് നോക്കിയാൽ മതി. ലേബർ റൂം, നെക്സ്റ്റ് ചാപ്റ്റർ ലേബർ റൂം ആണ്. ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയോ? ടെക്സ്റ്റ് ബുക്ക് PDF കിട്ടിയോ? വന്നിട്ടില്ല. കിട്ടി. എത്ര പേർക്ക് ഇനി കിട്ടാനുണ്ടോ? അധികം പേർക്ക് കിട്ടാനുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ആവശ്യമാണല്ലോ. PDF ഉണ്ടോ കയ്യിൽ എല്ലാവരുടെയും? നമ്മൾ ആദ്യം തീർക്കുന്നത് 1ഉം 2ഉം മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ആയിരിക്കും. അത് ഓർഡറിലായിരിക്കില്ല. ഓരോ ടീച്ചേഴ്സ് എടുത്ത ചാപ്റ്റേഴ്സ് ആ പേര് നോക്കി നിങ്ങൾ നോട്ട് ചെയ്താൽ മതി കേട്ടോ. പേജ് നമ്പർ നോക്കണ്ട, പേര് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നില്ല, ലേബർ റൂം എടുക്കാന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ഏതെങ്കിലും ഒന്നായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ എടുക്കാം, അത് മതി. അതാവുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ എടുക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എല്ലാവരുടെയും കയ്യിലുണ്ടോ? ഫസ്റ്റ് മൊഡ്യൂൾ യെസ്. ഓക്കെ, ഉണ്ട്. അതിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്നൊരു ചാപ്റ്റർ ഉണ്ടോ? ചാപ്റ്റർ 14 ആണെന്ന് തോന്നുന്നു. ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ കണ്ടോ? 14ഓ 12ഓ നിങ്ങളുടെ പേര് നോക്കട്ടെ. ചിലപ്പോ PDF ചാപ്റ്ററിന്റെ നെയിം മാറിയായിരിക്കും, നമ്പർ മാറിയായിരിക്കും കിടക്കുന്നത് കേട്ടോ. പേര് നോക്കിയിട്ട് ചാപ്റ്റർ എടുക്കുക. ഓപ്പറേഷൻ തിയേറ്റർ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ കഴിയുമ്പോ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം, നോക്കണേ. മോക്ക് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടേക്കാം കേട്ടോ. എടുക്കുന്ന ഭാഗങ്ങൾ ഇന്ന് തന്നെ വായിക്കണം, പഠിക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കില്ല? ഓക്കെ, പിന്നിപ്പോ പുതിയ ചാപ്റ്റർ ഇപ്പൊ ഒന്നും എടുക്കുന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോരാ കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം കേട്ടോ. അടുത്ത ക്ലാസ്സിലെ അടുത്ത ദിവസം എടുക്കാം ഓപ്പറേഷൻ തിയേറ്റർ. അതൊന്നും നോക്കിയിട്ട് വരാം. ഫസ്റ്റ് പാരഗ്രാഫ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ. ബൈ. മോക്സ് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല എക്സാമിന് വരുന്നത്, മോക്സ് ടെസ്റ്റിൽ വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസിൽ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ ചാപ്റ്റർ ഞാനാണ് എടുത്തത്. ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ അത് ഏത് മിസ്സുമാരാണ് എടുക്കുന്നത് അവരുടെ പേരൊന്ന് എഴുതി വെച്ച് പോവാ കേട്ടോ. താങ്ക് യു, ബൈ. താങ്ക് യു, ബൈ. ഓക്കെ അനീഷ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ശരി.